ടെസ്റ്റ് നമ്പർ 709 മൈഷ ടീം ഷറഫിയ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ടെസ്റ്റ് നമ്പർ 704 റിസ ടീം ഷറഫിയ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ടെസ്റ്റ് നമ്പർ 714 അഫ്നാസ് ടീം സർമദിയ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വേദിയിൽ പ്രൗഢമായ മലയാള സ്പേസ് നടത്താൻ വേണ്ടി ഷാസിൽ ആവേശകരമായ മലയാള സ്പേസ് നടത്താൻ വേണ്ടി 1ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാസിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാസിലിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, നല്ലവരായ മുഅ്മിനുകൾ, അസ്സലാമു അലൈക്കും. നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു സന്തോഷത്തിന്റെ പേരിലാണ്. പ്രിയമുള്ളവരെ, ജഗന്നേതാവായ റബ്ബ് വീണ്ടും ഒരു റബ്യുൽ അവലിന് സാക്ഷിയാവാൻ തൗഫീഖ് തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏറ്റവും നല്ല പ്രഭാതം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം, അത് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പ്രഭാതമാണെന്ന്. സുഹൃത്തുക്കളെ, ആരാണ് മുത്തുനബി? ആരാണ് മുത്തുനബി? തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായ അറബികളെ ഇരുട്ടിൽ നിന്ന് അകറ്റി അവരുണ്ടായ മൂഢത്തരത്തെയും സ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയും മാറ്റി സുന്ദരമായ സംസ്കാരത്തിന്റെ പ്രതീകമാക്കി വിനയത്തിന്റെ കെടാത്ത വിളക്കാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സഹോദരന്മാരെ, എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം? ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ പിറന്നു വീണ കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ അപമാന മൂല്യം കുഴിച്ചു മൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം. അയൽവാസിയുടെ വീട്ടിലേക്ക് ഒട്ടകം കടന്നു ചെന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്രോധിയന്മാരായ ജനത, നുറുമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ ആസ്തി പഞ്ചങ്ങൾക്ക് മദ്യത്തിന് ലഹരി പകരുമെന്ന് പറഞ്ഞ ജനത, സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലേശം നന്മകളില്ലാത്ത ജനത, ബഹുദൈവത്വവും വിഗ്രഹാരാധനയും തജ്ജൈനമായ കാലഘട്ടത്തിൽ അവയെ നിഷേധിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച മാർഗമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഉമ്മത്തിനു വേണ്ടി എന്തൊക്കെയാണ് ആ പൊന്നാര നബിക്ക് സഹിക്കേണ്ടി വന്നത്? ആൾ സ്വാധീനവും സമ്പത്തും ഭരണവും കിരീടവും സ്വർണ്ണമുത്തും മാണിക്യവും എല്ലാം തന്റെ കാലിനടിയിലിരിക്കവേ ഈ തപ്പനമഴത്തിന്റെ കീഴിൽ സ്വന്തം വീട് പണിത് ദിവസം ചൂലുകൊണ്ട് അടിച്ചു വൃത്തിയാക്കുകയായിരുന്നു. ഏസില്ലാതെ ഫാനില്ലാതെ മരുഭൂമിയ മണ്ണിൽ അന്തിയുണങ്ങിയ രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ
പഠിപ്പിച്ചത്. അതുകൊണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിട്ടാണ് അല്ലാഹു നബിയെ അയച്ചത്. അപ്പുണ്യ നബിയെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് പറയുക. സ്വല്ലല്ലാഹു